വിവാഹമോചന കേസുകളിൽ നിർണായക വിധിയുമായി സുപ്രീം കോടതി. രഹസ്യമായി റെക്കോർഡ് ചെയ്ത പങ്കാളിയുടെ ഫോൺ സംഭാഷണം വിവാഹമോചന കേസുകളിൽ തെളിവായി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസുമാരായ ബി നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. പങ്കാളികൾ പരസ്പരം ഒളിഞ്ഞു നോക്കുന്ന ഒരു ഘട്ടത്തിൽ ദാമ്പത്യം എത്തിയിട്ടുണ്ടെങ്കിൽ അതുതന്നെ ബന്ധത്തിലെ തകർച്ചയുടെ ലക്ഷണമാണ്. അവർക്കിടയിലുള്ള വിശ്വാസമില്ലായ്മയാണ് അത് സൂചിപ്പിക്കുന്നത്, കോടതി നിരീക്ഷിച്ചു. രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്ന പങ്കാളിയുടെ ഫോൺ സംഭാഷണം തെളിവായി പരിഗണിക്കുന്നത് ഗാർഹിക ഐക്യത്തെ തകർക്കുമെന്നും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള പ്രവണത വർദ്ധിപ്പിക്കുമെന്നുള്ള വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. രഹസ്യമായി റെക്കോർഡ് ചെയ്യുന്ന പങ്കാളിയുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ വിവാഹമോചന കേസുകളിൽ തെളിവായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി മുൻപ് ഉത്തരവിട്ടിരുന്നു. ഈ വിധി സുപ്രീം കോടതി റദ്ദാക്കി. ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 122 വകുപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ഉത്തരവ്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് വ്യക്തികളുടെ മൗലികാവകാശത്തിലേക്കുള്ള കടന്നുകയറ്റവും സ്വകാര്യതയുടെ ലംഘനവും ആണെന്നായിരുന്നു പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി വിധി. ഈ കേസിൽ സ്വകാര്യതയുടെ ലംഘനമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. വാസ്തവത്തിൽ തെളിവ് നിയമത്തിലെ സെക്ഷൻ 122 അത്തരമൊരു അവകാശത്തെ അംഗീകരിക്കുന്നില്ല. മറുവശത്ത് ഇണകൾ തമ്മിലുള്ള സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന് ഇതൊരു അപവാദം സൃഷ്ടിക്കുന്നു. അതിനാൽ തിരശ്ചീനമായി ഇത് പ്രയോഗിക്കാൻ കഴിയില്ല, സുപ്രീം കോടതി പറഞ്ഞു. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം എല്ലാ കേസുകളിലും നീതിയുക്തമായ വിചാരണ ഉറപ്പിക്കുന്നതാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കാൻ രഹസ്യമായി റെക്കോർഡ് ചെയ്ത പങ്കാളിയുടെ ഫോൺ സംഭാഷണം വിവാഹമോചന കേസുകളിൽ തെളിവായി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു.